ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോംസ് ആർട്സ് ആൻഡ് ഫ്ലേവേഴ്സ്. ഞാനും എൻ്റെ ഫാമിലിയും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. അത് എവിടെയാണ് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഇരുന്ന് കാണണം. അതുപോലെ പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ. അപ്പോൾ നമുക്ക് എന്താണെന്ന്, എവിടേക്കാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞങ്ങൾ പോയത് ആദിയോഗി സ്റ്റാച്യു കാണാനാണ്. ഇത് ഇഷ ഫൗണ്ടേഷൻ്റെ വക നിർമ്മിച്ചതാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 52 കിലോമീറ്റർ ദൂരെ ചിക്ബലാപൂർ പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. വേറൊരു ബുദ്ധിമുട്ട് എനിക്ക് എന്താ അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. പക്ഷേ എന്നാലും ദൂരെ നിന്നിട്ടാണെങ്കിലും വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇത് എത്രയുള്ളൂ, ഇത് എത്രയും ഭാഗം മാത്രം നമ്മളിങ്ങനെ ക്യൂവിൽ നിന്നിട്ട് പോകണം. അപ്പുറത്തായിട്ടാണ് നമ്മുടെ ശിവൻ്റെ മീത്തുള്ള ലൈറ്റ് ഷോ കാണാനായിട്ട്. ജസ്റ്റ് ഇത് കണ്ടില്ല, ഇത്രയും ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യണം വെറും ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ലൈറ്റ് ഷോ ഉണ്ടാവാറുണ്ട്. ഈ ലൈറ്റ് ഷോ കാണാനായിട്ട് കുറേ ആൾക്കാർ എത്രയോ ദൂരത്ത് നിന്ന് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. 15 മിനിറ്റ് മാത്രമുള്ളൊരു ലൈറ്റ് ഷോ ആണ്, പക്ഷെ അത് കാണാൻ വേണ്ടി എന്ത് രസമാണെന്നറിയോ. അപ്പം നമ്മുടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഞാൻ ഒരു ലൈറ്റ് ഷോ ഒരു ഇതുപോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. മാക്സിമം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൈയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും നേരം 15 മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ച് എടുത്തതാണ് ഈ ലൈറ്റ് ഷോ. സോ എല്ലാവരും ഈ വീഡിയോ കാണണം, ഇരുന്ന് കാണുക. നല്ല രസമാണ് ശിവൻ്റെ ഇതിലുള്ള ലൈറ്റ് ഷോ കാണാൻ. പക്ഷെ അത് ഒന്നുകൂടി നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാണാം, എൻജോയ് ചെയ്യുക. നല്ല രസമാണ് കേട്ടോ. നല്ല നല്ല അത് നല്ലോണം ശ്രദ്ധിച്ചിരുന്ന് എല്ലാവരും കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും പതുക്കെ സ്റ്റാർട്ടായി തുടങ്ങി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇരുന്ന് കണ്ടോളൂ, എൻജോയ് ചെയ്തോളൂ.
അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലൈറ്റ് ഷോ? അടിപൊളിയായിരുന്നില്ലേ? സൂപ്പറായിരുന്നു. വെച്ചാൽ അത് അവിടെ ചെന്ന് പോയി നമ്മളിരുന്ന് കാണണം കേട്ടോ. അത്രയും എന്താ പറയുക, ഒരു അടിപൊളി ഫീലാണ് അത്. പക്ഷേ മെയിൻ പ്രശ്നം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമുക്കവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിലും അത്രയും ആൾക്കാർ കാരണം നമുക്കവിടെ ഇരുന്ന് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കുറേ പേര് നിൽക്കലും ഇരിക്കുക അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാലും കുഴപ്പമില്ല. ആ ഒരു 15 മിനിറ്റ് ഞാനവിടെ നിന്നതും ഞാൻ ആ ഫോണ് പിടിച്ച് ആ ലൈറ്റ് ഷോ ഒക്കെ എടുത്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല. അത്രയും നമ്മളതിൽ മുഴുകിപ്പോവും. ഞാൻ ഫോണിലൂടെ ഒന്നല്ല കേട്ടോ കണ്ടത്. ഞാനിങ്ങനെ ഒരു ആംഗിളിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. പക്ഷേ കാരണം അത് നേരിട്ട് കണ്ട് മാത്രമല്ല കാണാൻ പറ്റുള്ളൂ ആ ഒരു ഫീൽ. ഇനി എപ്പോഴെപ്പോഴും നമ്മളെന്തായാലും ഈ ഷോ കാണാനായിട്ട് എന്തായാലും പോയെന്ന് വരില്ല. സോ മാക്സിമം ഞാൻ ഫോണ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ആ വീഡിയോസൊക്കെ എടുത്തത് തന്നെ. അത്രയും മാക്സിമം പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞങ്ങളൊരു അടിപൊളി റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഹാങ് ഓൺ റെസ്റ്റോറൻറ്റ് എന്നോ ഹൈവേ റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തുകൊണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ ചെന്നപ്പോൾ ലൈറ്റോട് ലൈറ്റ് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് വേണം. അല്ലെങ്കിൽ ഒട്ടും ക്ലിയർ ആവില്ല, നമ്മുടെ വീഡിയോസൊന്നും ഒട്ടും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി റെസ്റ്റോറൻറ്റ്. പുറത്ത് നിന്നിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചതൊക്കെ. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. കാരണം ചായ ഒന്നും കുടിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ തന്നെ ഒരു 4 മണിക്കൊക്കെയാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് തന്നെ. കാരണം 2 മണിക്കൂർ 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഫോട്ടോസ് എടുക്കാനും. പക്ഷേ എനിക്കിത് എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ചമ്മലാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചമ്മലാണ്. എന്നാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോയിൽ എല്ലാതും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഹോട്ടലിൻ്റെ ഒരു വ്യൂവും ഇതൊക്കെ. എൻ്റെ മോൾക്ക് അത്ര ഇഷ്ടമൊന്നും പെട്ടിട്ടില്ല ഫുഡ് ഓർഡർ ചെയ്തതൊന്നും. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കിട്ടിയെങ്കിലും ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കിട്ടിയ ഭക്ഷണം അടിപൊളിയായിരുന്നു. പിന്നെ ചെറിയ മോളാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര വിശപ്പുണ്ട്. കാരണം അവർ ഉദ്ദേശിക്കുന്ന ഭക്ഷണമൊന്നും അവിടെ കിട്ടാനില്ല. കാരണം അത്രയും ആൾക്കാർ ഈ ലൈറ്റ് ഷോ കഴിഞ്ഞ് വന്ന ആൾക്കാർ മുഴുവൻ ഈ ഹോട്ടലിലാണ് വന്ന് കയറിയത്. അപ്പോൾ അവിടെ ആൾക്കാർ കുറവായതുകൊണ്ടും അതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ കിട്ടിയത് കുറേ പേര് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കണ്ടില്ലേ, കാലി കാര്യമായിട്ട് ഇപ്പോൾ കിടക്കുന്നു. കുറേ പേരൊക്കെ എഴുന്നേറ്റ് പോയി. പിന്നെ ഫുഡ് കിട്ടാൻ വളരെ ലേറ്റായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ആ ഉള്ള നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്തു. കാരണം ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത്. സാധാരണ നമ്മളെപ്പോഴും പോകുമ്പോൾ ചെന്നു ഫുഡ് ഓർഡർ ചെയ്തു, അപ്പം തന്നെ കിട്ടി, അപ്പം തന്നെ കഴിച്ചു. ഇതങ്ങനെയല്ല, അവിടെ ഇരുന്നു കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അത് എൻജോയ് ചെയ്തു ആസ്വദിച്ചാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്. പിന്നെ മുകളിലൊരു വ്യൂ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. മുകളിൽ പോയിട്ട് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ആ ഒരു വ്യൂ എടുത്തു. എൻ്റെ മമ്മിയും ഡാഡിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഇത് ഷെയർ ആക്കുക. പിന്നെ ഒരു ലൈക്കും കമൻറ്റ് ഇടാൻ നിങ്ങൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. കാരണം അതൊക്കെ എനിക്കൊരു ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. അതെൻ്റെ ചെറുതല്ല, വലിയ വലിയ സന്തോഷങ്ങളാണ് അതെൻ്റെ. നിങ്ങൾ ആരെങ്കിലും ഒരു കമൻറ്റ് ഇടുമോ ലൈക്ക് ഇടും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടു എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലെ അടിപൊളി വീഡിയോസ് ഉണ്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.